ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് പറവകൾ, അതേപോലെ പേർഷ്യൻ ക്യാറ്റ്, അതുപോലെ ബീഗിളിൻ്റെ പപ്പീസ്, ലാബിൻ്റെ പപ്പീസ്, റോട്ടിൻ്റെ പപ്പീസ്, അങ്ങനെയാണ് നമുക്കിന്ന് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ ലിങ്ക് വീഡിയോയ്ക്ക് തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണാൻ ശ്രമിക്കുക. യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിരിക്കും ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മൊബൈൽ ഇതുപോലെ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുത്ത് നമ്മുടെ നമ്പർക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് പേർഷ്യൻ ക്യാറ്റുകളാണ് വന്നിരിക്കുന്നത്. 3 ഫീമെയിൽസാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ആര്യാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്യാറ്റിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 1 വയസ്സും 2 മാസമാണ് പ്രായം വന്നിരിക്കുന്നത്. ഇതിൻ്റെ 2 ഹീറ്റ് സ്കിപ്പ് ചെയ്താണ്, ഇതുവരെ ഡെലിവറി എടുത്തിട്ടില്ല. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 6500 രൂപയാണ് ചോദിക്കുന്നത്. നല്ല ഹെയർ ക്വാളിറ്റിയുള്ള ഫീമെയിൽ ക്യാറ്റാണ് വന്നിരിക്കുന്നത്. ഡോൾ ഫേസ് ആണ് വന്നിരിക്കുന്നത്, ഗോൾഡൻ കളറ്. അപ്പോൾ ഫീമെയിൽ ക്യാറ്റുകൾക്ക് ചോദിക്കുന്നത് 6500 രൂപയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബ്രീഡറായിട്ട് ഡയറക്റ്റായിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ബ്രീഡേഴ്സിനൊക്കെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ടതായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് 1.5 വയസ്സായ ക്യാറ്റാണ് വന്നിരിക്കുന്നത്. ഡോൾ ഫേസ് തന്നെ, ഫീമെയിൽ, 2 ഡെലിവറി എടുത്തതാണ്. അപ്പോൾ ഇതിനും ചോദിക്കുന്ന റേറ്റ് 6500 രൂപയാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ്. നല്ല അടിപൊളി ക്യാറ്റുകളാണ് വന്നിരിക്കുന്നത്, ഫീമെയിൽ ക്യാറ്റുകൾ. ബ്രീഡിങ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ക്യാറ്റുകളാണ് വന്നിരിക്കുന്നത്. ഫീമെയിൽ ക്യാറ്റുകൾ എല്ലാം വന്നിരിക്കുന്നത് ഡോൾ ഫേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഫീമെയിൽ ക്യാറ്റുകൾക്കും ചോദിക്കുന്ന റേറ്റ് 6500 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ആര്യാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ ക്യാറ്റ് തന്നെയാണ്. ഡോൾ ഫേസിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 2 വയസ്സാണ് പ്രായം വന്നിരിക്കുന്നത്. 3 ഡെലിവറി എടുത്തതാണ്. ഇതിനും ചോദിക്കുന്ന റേറ്റ് 6500 രൂപയാണ് ചോദിക്കുന്നത്. ടാബി കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കിറ്റൻസൊക്കെ കിട്ടിയതാണ് ഈ ക്യാറ്റുകളിൽ നിന്ന്. നല്ല അടിപൊളി ക്യാറ്റുകളാണ് വന്നിരിക്കുന്നത്. ബ്രീഡിങ് പർപ്പസിനൊക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 3 ഒരുമിച്ച് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ്. റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഡയറക്റ്റ് ബ്രീഡറെ കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പേർഷ്യൻ ക്യാറ്റ് ഡോൾ ഫേസിൻ്റെ കിറ്റൻസാണ് വന്നിരിക്കുന്നത്. 5 കിറ്റൻസ് വന്നിട്ടുണ്ട്, 3 മെയിലും 2 ഫീമെയിലും. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പീസ് റേറ്റ് 5000 രൂപയാണ് ചോദിക്കുന്നത്. ലൊക്കേഷൻ വയനാടാണ്. അടുത്ത നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് റോട്ടിൻ്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് വയനാടാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 10000 രൂപയാണ് ചോദിക്കുന്നത്. ഫീമെയിൽ പപ്പി നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള റോട്ടിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഫീമെയിൽസാണ് ഉള്ളൂ. ലൊക്കേഷൻ വയനാടാണ്. പേരൻസിൻ്റെ പിക്കൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേറ്റ് 10000 ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ് റേറ്റ്. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബ്രീഡറെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. റോട്ടിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഫീമെയിൽ പപ്പീസാണ് ഉള്ളത്. അപ്പോൾ പേരൻസിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേരൻസിനെ കണ്ടിട്ട് എടുക്കാവുന്നതാണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് വയനാട്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രീഡറെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പേർഷ്യൻ ക്യാറ്റിൻ്റെ സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലാണ്. ഇതിന് ഏജ് വന്നിരിക്കുന്നത് 3 വയസ്സാണ്. നല്ല റിസൾട്ടുള്ള സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 4000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. സ്റ്റഡ് മെയിലാണ്. അടുത്ത് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് 2 പേർഷ്യൻ ക്യാറ്റുകൾ ഫീമെയിലുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ ക്യാറ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രായം വരുന്നത് 2 വയസ്സാണ് പ്രായം. അപ്പോൾ ഇതിൻ്റെ ഡെലിവറി 2 മാസം മുന്നേ കഴിഞ്ഞാണ്. അപ്പോൾ അപ്പോഴത്തെ വീഡിയോ ആണ് നമ്മൾ ഇതിലിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 5000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ തള്ള ക്യാറ്റിന് റേറ്റ് വരുന്നത്. 2 വയസ്സ് പ്രായമുണ്ട്. ഫീമെയിൽ ക്യാറ്റാണ്.
അടുത്ത് വന്നിരിക്കുന്നത് 1 വയസ്സ് പ്രായമുള്ള ഫീമെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത്. ലെറ്റർ ഡെലിവറി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 5000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കാറ്റാണ് വന്നിരിക്കുന്നത്. 2 ഫീമെയിലുകൾ. ലൊക്കേഷൻ വന്നിരിക്കുന്നത് പത്തനംതിട്ടയാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ പീസ് റേറ്റ് 5000 രൂപയാണ് ചോദിക്കുന്നത് ഓരോ ഫീമെയിൽ കാറ്റിനും. വൈറ്റിൻ്റെ പ്രായം 2 വയസ്സും അതേപോലെ തന്നെ ഈ ഇതിൻ്റെ പ്രായം 1 വയസ്സാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ലാബിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ലാബിൻ്റെ പപ്പീസ്. അപ്പോൾ ചോക്ലേറ്റ് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, അതുപോലെ ബ്ലാക്ക് കളറുണ്ട്. അപ്പോൾ ഇതിനും പലതിനും പല റേറ്റാണ് വരുന്നത്. ചോക്ലേറ്റ് കളറിന് 8 രൂപയാണ് ചോദിക്കുന്നത്. അതുപോലെ ബ്ലാക്കിന് 7 രൂപ, വൈറ്റ് ഓഫ് വൈറ്റിന് 6000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ലാബ് പപ്പീസിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പേരൻസിൻ്റെ പിക്ക് തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് കളറൊക്കെ ഉണ്ട്. നല്ല റയറായിട്ടുള്ള അടിപൊളി കളറാണ് ചോക്ലേറ്റ് കളറ്. അപ്പോൾ അതിന് 8 രൂപയാണ് റേറ്റ് വരുന്നത്. ആ പേരൻസിൻ്റെ വീഡിയോ ഒക്കെ തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല, നിങ്ങൾ ഡയറക്റ്റായിട്ട് വന്ന് എടുക്കേണ്ടതാണ്. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. ചോക്ലേറ്റ് കളറുണ്ട്. അടുത്തായിട്ട് അവിടെ തന്നെ വന്നിരിക്കുന്നതാണ് ബീഗിളിൻ്റെ പപ്പീസ്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബീഗിളിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. വിത്ത് KCI ആണ് വന്നിരിക്കുന്നത്. 17000 രൂപയാണ് വിത്ത് KCIയിൽ പപ്പീസിന് വരുന്ന റേറ്റ്. 6 പപ്പീസുണ്ട്. 2 മെയിലും 4 ഫീമെയിലും പപ്പീസാണ് വന്നിരിക്കുന്നത്. മൊത്തം 6 പപ്പീസുണ്ട്. ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. വിത്ത് KCI 17000 രൂപയാണ് ചോദിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബീഗിളിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി. ഇതാണ് ഫാദർ വരുന്നത്. ബീഗിൾ പപ്പീസിൻ്റെ ഫാദർ വരുന്നത്. നല്ല അടിപൊളി മാർക്കിങ്ങൊക്കെ ഉള്ള പേരൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പേരൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിത്ത് KCIയിൽ പപ്പീസിന് വരുന്നത് 17000 രൂപയാണ് വരുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ബീഗിളിൻ്റെ പപ്പീസിനെ വേണ്ടവർക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പറവകളാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് പറവകളുടെ ചിക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 2500 രൂപയാണ് ചോദിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പറവകളാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോവളം അടുത്താണ് വന്നിരിക്കുന്നത്. കോവളമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്നത് 2500 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് അഡൽട്ട് പീസുകളാണ് വന്നിരിക്കുന്നത്. പറവകൾ മാത്രമേ ഉള്ളൂ ഇതിൽ. ഒരുപാട് പറവകൾ ഇവിടെ കൊടുക്കാനുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി പറവകൾ കൊടുക്കാനുണ്ട്. മിനിമം 13 മണിക്കൂർ പറക്കുന്ന പറവകളാണ് വന്നിരിക്കുന്നത്. ഇതിന് പീസ് റേറ്റ് ബൾക്ക് എടുക്കണമെങ്കിൽ 1000 രൂപയാണ് പീസ് റേറ്റ് വരുന്നുള്ളൂ. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പറവകൾ ഒരുപാട് ഇവിടെ കൊടുക്കാനുണ്ട്. 13 മണിക്കൂറൊക്കെ പറക്കുന്ന പറവകളാണ് വന്നിരിക്കുന്നത്. പറവകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്രീഡറെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് നിയർ ടു കോവളം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പറക്കുന്ന ടൈം പറഞ്ഞിരിക്കുന്നത് മിനിമം 13 മണിക്കൂറാണ് പറക്കുന്ന ടൈം. അപ്പോൾ നന്നായി പറക്കുന്ന പറവകളാണ് വന്നിരിക്കുന്നത്. ബൾക്ക് എടുക്കണമെങ്കിൽ പീസ് റേറ്റ് 1000. അപ്പോൾ നിങ്ങൾക്ക് പറവകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇതുപോലെ മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിൻ്റെയൊക്കെ പേരുകളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോസ് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പപ്പീസ് അതുപോലെ ഏത് പെറ്റ്സ് ആയാലും സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് അതുപോലെ മാക്സിമം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം പെറ്റ്സിൻ്റെ വീഡിയോസ് സെയിൽ പോസ്റ്റ് വീഡിയോസ് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പറവകളാണ് വന്നിരിക്കുന്നത്. നന്നായി പറക്കുന്ന പറവകളാണ് വന്നിരിക്കുന്നത്. ഒട്ടുമിക്ക കളേഴ്സുണ്ട് പറവകളുടെ തന്നെ. നല്ല നല്ല അടിപൊളി കളറുകളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് അഡൽട്ടുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പീസ് റേറ്റ് 1000 ചോദിക്കുന്നത്. ബൾക്കായിട്ട് എടുക്കുമ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്രീഡറെ വിളിച്ച് ചോദിക്കാവുന്നതാണ്.
ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇനി വരാൻ കിടക്കുന്നുണ്ട്, പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ അയച്ചു തന്നിട്ട് 4 ദിവസമായിട്ടും അപ്ലോഡ് ആയില്ലെങ്കിൽ നിങ്ങൊന്ന് വീണ്ടും ഒരു മെസ്സേജ് അയക്കേണ്ടതാണ്. കാരണം ഒരുപാട് വീഡിയോസ് പെൻഡിങ് വരുന്നതുകൊണ്ട് കുറേയൊക്കെ വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ച് ഓർമ്മപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.